നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സാജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിത യാത്രയിൽ നമ്മളുടെ യഥാർത്ഥ പുരോഗതി എന്ന് പറയുന്നത് സ്വാർത്ഥതയിൽ നിന്നും നിസ്വാർത്ഥതയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. സെൽഫിഷ്നെസ്സിൽ നിന്നും സെൽഫ്ലെസ്നെസ്സിലേക്ക് നമ്മൾ ജീവിതം തുടങ്ങുമ്പോൾ ആദ്യം റിയാക്ഷനാണ്, പ്രതികരണമാണ്. അതാണ് ആനിമൽ ബിഹേവിയർ. റിയാക്ട്, മുമ്പേ ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്യുക. നമ്മുടെ ശരീരത്തിലും ആ തരത്തിലുള്ള റിയാക്ഷൻസ് സാധാരണ അറിയാതെ സംഭവിക്കുന്നു. ഇപ്പോൾ ചൂടുള്ളൊരു പാത്രത്തിൽ തൊട്ടാൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് അയൺ തൊട്ടാൽ കൈ അറിയാതെ വിഡ്രോ ചെയ്യും. അപ്പോൾ ഇതൊരു റിഫ്ലക്സ് ആക്ഷനാണ്. ഇതിന് തലച്ചോറിൻ്റെ ഇടപെടലില്ല. അത് സ്പൈനൽ കോഡിൻ്റെ തലത്തിൽ നിന്ന് സംഭവിക്കുന്നു. ഇതൊക്കെ ആനിമൽ ബിഹേവിയറാണ്. അവിടെ നിന്ന് ക്രമേണ ഉയർന്നിട്ട് റിയാക്ഷനും ക്രമേണ ഉയർന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. നമുക്കതിൽ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ് വരികയാണ്. അപ്പോഴാണ് മനുഷ്യനായി മാറുന്നത്. അപ്പോൾ റിയാക്ഷൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ ഉള്ള ആ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു താല്പര്യമാണ് ശരിക്കും റിയാക്ഷൻ്റെ കാരണം. അതുകൊണ്ടാണ് റീആക്ട് ചെയ്യാന്നുള്ളത്. മാറാതെ അവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നില്ല എന്നാണ്. എത്ര പഠിച്ചാലും പിന്നെയും അതേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് റിച്വലിസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ഒരു മാറ്റവും കൊണ്ടുവരാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സ്വഭാവത്തിൽ ഒരു പരിവർത്തനം വരാതെ വീണ്ടും ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വെറും റിച്വലാണ്, ആചാരങ്ങൾ മാത്രമാണ്. അത് പഠിക്കലായാലും വേണ്ടില്ല, പൂജയായാലും വേണ്ടില്ല, എന്ത് തരത്തിലുള്ള പുസ്തക വായനയായാലും വേണ്ടില്ല. നമ്മളിൽ മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അത് വെറും റിയാക്ഷൻ തലത്തിലാണ്, ആനിമൽ ബിഹേവിയറാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഈശ്വരാരാധനയിലൂടെ മനുഷ്യൻ്റെ സ്വഭാവം മാറിയിട്ടില്ലെങ്കിൽ അത് വെറും
റിയാക്ഷൻ്റെ തലത്തിൽ മാത്രമാണ്. മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടൊരു ഉപയോഗമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ വരുന്നത് നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് പുതിയ രീതിയിൽ ഓരോ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതാണ്. അപ്പോൾ റിയാക്ഷനിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ക്രിയേഷനിലേക്ക് മാറും. രണ്ടിൻ്റെയും ആൽഫബറ്റ്സ് ഒന്ന് തന്നെയാണ്, ക്രിയേഷൻ, റിയാക്ഷൻ. ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പുറമേ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ഹയർ പേഴ്സണാലിറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിൽട്ടുണ്ട്. ആ ടിൽറ്റ് സംഭവിക്കുന്ന എപ്പോൾ നമ്മൾ റിയാക്ഷനിൽ നിന്ന് ക്രിയേഷനിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് കറേജാണ്, ധൈര്യം. ഹോക്കിൻസ് സ്കെയിൽ ഓഫ് കോൺഷ്യസ്നസ് ഈ അടുത്ത് വായിക്കേണ്ടായി. ഹോക്കിൻസ് എന്നുള്ള സയൻറ്റിസ്റ്റ് ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്, ആൽഫ തൊട്ട് ഒമേഗ വരെ ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. എക്സ്പാൻഡഡ് കോൺഷ്യസ്നസ്, അവസാനം 1000 എന്നുള്ളൊരു ഫിഗറിലെത്തി, ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ്. അപ്പോൾ തുടങ്ങുമ്പോൾ കൺട്രാക്റ്റഡ് ആയിട്ടുള്ള കോൺഷ്യസ്നസ് ആണ്, ചുരുങ്ങിയുള്ള കോൺഷ്യസ്നസ്. അതായത് സെൽഫിഷാണ്, സ്വാർത്ഥമാണ്, ജലസി, ഹേറ്റ്രഡ്, അതുപോലെ തന്നെ ദേഷ്യം, ഇങ്ങനെയുള്ള കുറേ ഭയം, ഇതൊക്കെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. എല്ലാത്തിനും അടിസ്ഥാനം ഭയമാണ്, മാറാൻ തയ്യാറല്ലാത്ത ഒരു സ്വഭാവം. അപ്പോൾ ഇതിലൊരു ടിൽട്ട് വരുന്നത് 400 എന്നുള്ള ഫിഗർ വന്നതിന് ശേഷം ഒരു ടിൽട്ട് വരുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. അതെപ്പോഴാണ് കറേജ് വരുന്നത്. ആ ധൈര്യമാണ് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ കാരണം. അതിലേറ്റവും അത്ഭുതം എന്ന് പറഞ്ഞാൽ ദേഷ്യത്തെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അപ്പോഴാണ് ഈ ടിൽട്ട് സംഭവിക്കുന്നത്. സഹജമാർഗത്തിൽ ദാജി ഇത് പറയുന്നുണ്ട്. ദേഷ്യം ശരിക്കും ഡിവൈനായിട്ടുള്ള സ്വഭാവമാണ്. ദേഷ്യം എങ്ങോട്ടാണ് ഉള്ളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത്. ക്രിയേറ്റീവ് കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ ദേഷ്യം നമ്മൾ ഉയർത്തുന്നു. അത് ഹോക്കിൻസ് സ്കെയിലിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ ഉള്ളിലേക്കുള്ള മാറ്റത്തിന്, ആ പുറമേയുള്ള കാര്യങ്ങൾ ഉള്ളിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നമ്മുടെ കോൺഷ്യസ്നസ് വിശാലമാകാൻ തുടങ്ങും, നമ്മളിൽ മനുഷ്യത്വം വരാൻ തുടങ്ങും. അപ്പോൾ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ കൈവരിക്കേണ്ട ഈ തരത്തിലുള്ളൊരു ക്രിയേഷനാണ്. അതുകൊണ്ടാണ് ക്രിയേറ്റീവ് ടാലൻസ് എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി, യൂത്ത് ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്, സ്കൂൾ യുവജനോത്സവങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ക്രിയേറ്റീവ് ടാലൻറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ക്രിയേറ്റീവ് ടാലൻറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ശരിക്കും ഉള്ളിൽ നിസ്വാർത്ഥത വേണം. ഒരു കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റി മാറിയിട്ട് ഷെയറിങ് മെൻറ്റാലിറ്റി വേണം. അപ്പോൾ ഈ യുവജനോത്സവങ്ങൾ കോമ്പറ്റീഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതതിൻ്റെ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ശരിക്കും അത് കോമ്പറ്റീഷന് വേണ്ടിയിട്ടില്ല, ഉള്ളിലുള്ള ഈ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള വേദികളാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം. ഒരുപക്ഷെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാം, പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാം. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒരു റണ്ണിങ് റേസ് ഒരാൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ തോക്കണം, അപ്പോൾ അവർക്കും പ്രൈസ് കൊടുക്കണമെന്നാണ്. അപ്പോൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സെലിബ്രേഷൻസ് ആക്കി മാറ്റുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഫെസ്റ്റിവൽസ്, കോമ്പറ്റീഷൻ വരുമ്പോൾ വീണ്ടും നമ്മൾ അനിമൽ തലത്തിലേക്ക് മാറും. ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയാലും മറ്റുള്ളവരെ അടിച്ചു താഴ്ത്തുക, എനിക്ക് പൊന്തി വരണം. അപ്പോൾ നമുക്ക് എല്ലാ ക്ഷേത്രത്തിലും കാണാം, സിനിമയിൽ കാണാം, നാടകത്തിൽ കാണാം, ഇതിൽ കാണാം. വളരെ ലിറ്ററേച്ചറിൽ വലിയ വലിയ സാഹിത്യകാരന്മാർ അവർ നിത്യജീവിതത്തിൽ പെരുമാറുന്ന പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. ഈ അടുത്തൊരു മെസ്സേജ് വായിക്കണ്ടേ, വളരെ സങ്കടം തോന്നി. നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന ആൾക്കാർ വളരെ ടച്ചിങ് ആയിട്ട് നോവലുകളും ഒക്കെ എഴുതിയ കവിതകളൊക്കെ എഴുതുന്ന ആൾക്കാർ നിത്യജീവിതത്തിൽ ഒരു തരത്തിലും മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഇത് വെറും ഒരു അധര വ്യായാമം മാത്രമായിട്ട് മാറും. സ്വയം ട്രാൻസ്ഫോം ചെയ്യാതെ നമ്മളിലൂടെ ഒഴുകിപ്പോകുന്ന വാക്കുകൾ എവിടെ നിന്നോ വരുന്ന എങ്ങോട്ട് പോകുന്നു. അതുപോലുള്ള ഗായകന്മാർ, നർത്തകന്മാർ, ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നില്ലെങ്കിൽ അത് വെറും ലിവിങ് അല്ലാത്തൊരു വസ്തുവായിട്ട് മാറും. ടേപ്പ് റെക്കോർഡർ പോലെ എത്ര പാട്ട് ടേപ്പ് റെക്കോർഡറിലൂടെ പോയാലും ടേപ്പ് റെക്കോർഡർ മാറ്റില്ല. അതുപോലെ കമ്പ്യൂട്ടറിൽ ഒരുപാട് അറിവുകളുണ്ട്, പക്ഷേ കമ്പ്യൂട്ടറിൽ ഒരു മാറ്റമില്ല. കമ്പ്യൂട്ടറിനായിട്ട് നിൽക്കുന്നു. മനുഷ്യൻ അങ്ങനെയായാൽ മതി. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പുറമേ ഉണ്ടാകുന്ന അവസരങ്ങളെ ആന്തരികമായിട്ടുള്ള കൺവേർഷന്, മാറ്റത്തിന് പ്രചോദിപ്പിക്കുന്ന തരത്തിലാവണം. അതാണ് നമ്മൾ ശരിക്കും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അതാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ CCA എന്നുള്ള പേരുണ്ടായിരുന്നു, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. പങ്കെടുക്കാൻ ആർക്കും താല്പര്യമില്ല, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പീരിയഡ്സ് അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും കാലത്തെ അനുഭവത്തിൽ എന്നിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആ CCA പീരിയഡ്സാണ്. നമ്മുടെ
കഴിവുകളെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള അക്കാഡമിക്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടുള്ള നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ അവതരിപ്പിക്കാനുള്ള സ്ഥലമാണ് CCA പീരിയഡ്, ഏറ്റവും പ്രധാനപ്പെട്ട പീരിയഡാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വീടുകളിലായാലും എഡ്യൂക്കേഷൻ ഫീൽഡിലായാലും ക്രിയേറ്റീവ് ടാലൻസിനെ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ കോൺഷ്യസ്നെസ് വിശാലമാക്കാനും കൂടുതൽ കമ്പാഷൻ വളർത്തിയെടുക്കാനും, കമ്പാഷനാണ് ശരിക്കും ഒരു മനുഷ്യൻ വളരുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാന ലക്ഷണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.